വെൽക്കം ടു അങ്കാവേഴ്സ്. നമ്മൾ ഇന്ന് ഒരു അംബ്രല്ല സ്കേർട്ടാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി 2 മീറ്റർ നീളമുള്ള ഒരു ലൈനിങ് മേടിച്ചിട്ടുണ്ട്. അത് ഞാൻ രണ്ടായി മടക്കി. ഇതാണ് ഓപ്പൺ സൈഡ്, ഇത് ക്ലോസ്ഡ് സൈഡാണ്. ഓക്കെ, നമുക്ക് അംബ്രല്ല സ്കേർട്ട് വളരെ ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം. അതിന് 2 മെഷർമെൻ്റ് ആണ് വേണ്ടത്. ഒന്ന് വേസ്റ്റ്, അത് 23 ഇഞ്ചസ് ആണ്. ലെങ്ത്ത് 34 ഇഞ്ചസ് ആണ്. ആദ്യം നമ്മൾ വേസ്റ്റിനോട് 4 ഇഞ്ചസ് കൂട്ടുക. അതായത് 23 + 4 ഇഞ്ച് 27 ഇഞ്ചസ്. 27 ഇഞ്ചസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം 6.75 കിട്ടും. 6.75 ആണ് ആദ്യം വേസ്റ്റിനായിട്ട് നമ്മൾ എടുക്കുന്നത്. ഇത് നമ്മൾ അംബ്രല്ല സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കോർണറിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് മടക്കുമെന്ന്. ഓക്കെ, അതായത് നമുക്ക് 6.75 കിട്ടിയിട്ടുണ്ടല്ലോ. അതിവിടെ ഏകദേശം വച്ച് നോക്കുക, നമുക്ക് എവിടെയാണ് 6.75 കിട്ടുന്നതെന്ന്. ഇതിപ്പോൾ ഇവിടെ 6.75 നമുക്കിവിടെ കിട്ടും. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്രയാണ് ഉള്ളത് നോക്കുക. 8.25 എനിക്ക് ഈ ലെങ്ത്ത് വരുന്നത്. ഇങ്ങനെ വെച്ചിട്ട് ഓരോ പോയിന്റും മാർക്ക് ചെയ്യണം. നമുക്കിങ്ങനെ മാർക്ക് ചെയ്യുന്ന സമയത്ത് ചെറിയ 1/2 ഇഞ്ചോ 1/4 ഇഞ്ചോ അങ്ങാൻ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഒന്നുകൂടി അത് അളന്ന് നോക്കിയതിന് ശേഷം മുകളിലേക്കോ താഴോട്ടോ ആയിട്ട് എന്ത് ചെയ്യുക, മാറ്റം വരുത്താവുന്നതാണ്. അപ്പം നമുക്ക് ഈ അളവ് അളന്ന് നോക്കിക്കഴിഞ്ഞാൽ 6.75 വേണം. നമുക്ക് നോക്കാം. ഇതിപ്പോൾ നമ്മൾ അളന്നപ്പം 7 ഇഞ്ചസാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഒരു 6.25 വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മുകളിലേക്കായിട്ട് ഞാൻ ജസ്റ്റ് അത് ഡ്രോ ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1/4 ഇഞ്ച് മുകളിലേക്ക് കയറ്റി വരച്ചപ്പം കറക്റ്റായിട്ട് നമുക്ക് വേണ്ട 6.25. ഞാൻ ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞു തരാം. നമുക്ക് കിട്ടിയത് 6.75 ആയിരുന്നല്ലോ. 6.75 കിട്ടിയത് നമ്മളിവിടെ മാർക്ക്, അതായത് നമുക്ക് ഇങ്ങനെ വെച്ച് നോക്കി. അപ്പോൾ 6.25 എവിടെയാണ് കിട്ടുന്നതെന്ന് നമുക്ക് ഈ പോയിൻറ്റും നമ്മൾ കിട്ടി. അത് വെച്ചിട്ട് ഇവിടുന്ന് ഇവിടേക്ക് എത്രയാണോ ലെങ്ത്ത് കിട്ടുന്നത് ആ പോയിന്റിൽ നിന്ന് ഇവിടെ വെച്ചിട്ട് ഇതിപ്പോൾ 8.25 അത് വെച്ചിട്ട് നമ്മൾ റൗണ്ടായിട്ട് മാർക്ക് ചെയ്തു. ഞാൻ മാർക്ക് ചെയ്ത പോയിൻ്റാണ് ഈ താഴെ കാണുന്നത്, കണ്ടോ, ഡോട്ടഡ്. അപ്പോൾ അത് അളന്ന് നോക്കിയ സമയത്ത് ഇവിടെയാണ് കിട്ടിയത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു 1/4 ഇഞ്ചോളം മുകളിലേക്ക് വരച്ചിട്ട് അതേ പോയിൻ്റ് മാർക്ക് ചെയ്ത് 1/4 ഇഞ്ച് മുകളിലേക്ക് എടുത്ത് മാർക്ക് ചെയ്തു. എന്നിട്ട് ഞാൻ അളന്ന് നോക്കിയപ്പം എനിക്ക് 6.25 കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ഇനി ഞാൻ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമുക്ക് വേസ്റ്റിൻ്റെ അളവാണല്ലേ, നമുക്ക് വേണ്ട വേസ്റ്റിൻ്റെ അളവാണ് ഈ കിട്ടിയത്. അതിനുശേഷം നമുക്ക് ബെൽറ്റ് അറ്റാച്ച് ചെയ്യണം. ബെൽറ്റ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു 1/2 ഇഞ്ച് കൂടി ഇതിന് മുകളിലേക്ക് മാർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളും ഇതുപോലെ മാർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റ് വേസ്റ്റ് അല്ല കിട്ടുന്നത്, കുറച്ച് അധികമായിപ്പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മുകളിലേക്ക് എടുത്ത്, ഞാൻ ചെയ്തില്ലേ ഇപ്പോൾ 1/4 ഇഞ്ച് മുകളിലേക്ക് എടുത്തിട്ട് അതുപോലെ ചെയ്യുക. നിങ്ങൾക്ക് കുറച്ച് കുറവാണ് കിട്ടിയത്, ഇപ്പം ചെയ്യണം, കുറച്ച് താഴെയായിട്ട് മാർക്ക് ചെയ്യണം. ഓക്കെ, ഇപ്പം ഞാൻ മാർക്ക് ചെയ്യുന്നത് 1/2 ഇഞ്ച് എന്ന് പറയുന്നത് എൻ്റെ സീം അലവൻസാണ്. എനിക്ക് ബെൽറ്റ് സ്റ്റിച്ച് ചെയ്യണമല്ലോ, ബെൽറ്റും ഇതുമായിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ടതുകൊണ്ട് ഞാനൊരു 1/2 ഇഞ്ച് മുകളിലേക്കായിട്ട് മാർക്ക് ചെയ്യുന്നു. ഇനി ലെങ്ത്താണ് മാർക്ക് ചെയ്യുന്നത്. നമ്മുടെ ആക്ച്വൽ ലെങ്ത്ത്, നമുക്ക് വേണ്ട ഫ്രോക്കിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 34 ഇഞ്ചസ് ആണ്. 34 ഇഞ്ചസ് നമ്മുടെ പാവാടേൻ്റെ ലെങ്ത്താണ് നമുക്ക് വേണ്ടത്. ലൈനിങ്ങിൽ അത്രയും ലെങ്ത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല.
34 ഇഞ്ചസ് എന്ന്, അതുകൊണ്ട് ഞാൻ 3 ഇഞ്ചസ് കുറച്ചപ്പം 31 ഇഞ്ചസ് ആണ് കിട്ടിയത്. അതാണ് ഞാനിവിടെ മാർക്ക് ചെയ്യാൻ പോകുന്നത്. 31 ഇഞ്ചസ് ഈ പറയുന്ന വേസ്റ്റിൽ നിന്ന്, നമ്മൾ മാർക്ക് ചെയ്ത വേസ്റ്റിൽ നിന്ന് 31 ഇഞ്ചസ് താഴത്തേക്ക് ഞാൻ എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ വേസ്റ്റ് മാർക്ക് ചെയ്തു. വേസ്റ്റ് മാർക്കിൽ നിന്ന് 1/2 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ മാർക്ക് ചെയ്തു നമ്മുടെ ബെൽറ്റ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ഇവിടെ താഴത്തേക്ക് 31 ഇഞ്ചസ് ആണ് എടുത്തത്. ആക്ച്വൽ ലെങ്ത്ത് -3 ഇഞ്ചസ്, 31 ഇഞ്ചസ് മാർക്ക് ചെയ്ത് ലൈൻ വരച്ചിട്ടുണ്ട്. താഴെ ഭാഗം മടക്കിയടിക്കുവാൻ ആവശ്യമായ സീം അലവൻസ് ഇതിന് ഉള്ളിലേക്ക് തന്നെയാണ് ഞാൻ എടുക്കുന്നത്. എക്സ്ട്രാ ആയിട്ട് സീം അലവൻസ് ആഡ് ചെയ്യുന്നില്ല. നമ്മളിത് കട്ട് ചെയ്തിട്ടുണ്ട്, ഇതെടുത്ത് മാറ്റുകയാണ്. അപ്പം നമുക്ക് വേസ്റ്റും കിട്ടി, ഇവിടെ ലെങ്ത്തും കിട്ടി പാവാടേൻ്റെ. ഇനി ഈ കട്ട് ചെയ്ത ഭാഗം ഇവിടെ വെച്ച് നമ്മൾ, ഇവിടെ ഇപ്പം ഒരു സൈഡിൽ നമുക്ക് അളവ് കുറവാണ്, അപ്പം നമ്മൾ ഇത് വെച്ചിട്ട് നമ്മളിവിടെ യോജിപ്പിച്ച് കൊടുക്കും. ഈ ലൈനിങ് ബാക്കി വന്ന, അതായത് കട്ട് ചെയ്തതിന് ശേഷം ബാക്കി വന്ന ഈ പീസ് കൊണ്ട് നമ്മളിവിടെ യോജിപ്പിക്കുന്നതാണ്. ഓക്കെ, ഇതെൻ്റെ മെയിൻ ഫാബ്രിക്കാണ്. ഇതും ലൈനിങ് ചെയ്തതുപോലെ തന്നെ നമ്മൾ രണ്ടായി മടക്കിയതാണ്. ഇതാണ് ഓപ്പൺ സൈഡ്, അതുപോലെ തന്നെ ഇതാണ് ക്ലോസ്ഡ് സൈഡ്. ഇനി ലൈനിങ്ങിൽ ചെയ്തതുപോലെ തന്നെ നമ്മൾ ഇതും കോണായി വീണ്ടും മടക്കുകയാണ്. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ലൈനിങ് ഇതിന് മുകളിലായി വെച്ചു. സെയിം മാർക്കിങ് ചെയ്യാണ്. ലൈനിങ്ങിൻ്റെ അറ്റത്തൂടെയാണ് മാർക്ക് ചെയ്യുന്നത്. മെയിൻ ഫാബ്രിക്കിൽ ലെങ്ത്ത് എങ്ങനെ എടുക്കുകയെന്ന് വെച്ചാൽ, നമ്മുടെ സ്കേർട്ടിന് വേണ്ട ആക്ച്വൽ ലെങ്ത്ത് 34 ഇഞ്ചസ് ആണ്. അപ്പോൾ 34 ഇഞ്ചസ് മൊത്തമായിട്ട് നമുക്ക് എടുക്കാൻ കഴിയില്ല, കാരണം മേലെ ബെൽറ്റ് വരും. അതുകൊണ്ട് തന്നെ ബെൽറ്റിൻ്റെ ലെങ്ത്ത് 1.5 ഇഞ്ച് കുറക്കണം. അപ്പോൾ 34 ഇഞ്ച് മൈനസ് 1.5 ഇഞ്ച് എന്ന് പറയുമ്പം 32.5 ഇഞ്ചസ് കിട്ടി. ഇനി ഇതിനോട് 1 ഇഞ്ച് കൂടി കൂട്ടണം. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാലോ ഈ പാവാടേൻ്റെ താഴെ ഭാഗത്ത് സീം അലവൻസ് വേണം, മടക്കി അടിക്കണ്ടേ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ 32.5 ഇഞ്ചസ് പ്ലസ് 1 ഇഞ്ചസ് എന്ന് പറയുമ്പം 33.5 ഇഞ്ചസ് വേണ്ടി വരും. 33.5 ഇഞ്ചസ് ആണ് നമ്മൾ ഈ മെയിൻ ഫാബ്രിക്കിൽ എടുക്കേണ്ടത്. അപ്പം നമുക്കറിയാം, നമ്മുടെ ലൈനിങ് കട്ട് ചെയ്തിട്ടുണ്ടല്ലേ, ആ ലൈനിങ് മെയിൻ ഫാബ്രിക്കിൻ്റെ മുകളിൽ വെച്ച് വേസ്റ്റ് ഭാഗം മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഈ ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല. ആ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് താഴത്തേക്ക് 0.5 മാർക്ക് ചെയ്ത്, കാരണം സീം അലവൻസിൻ്റെ മാർക്ക് ചെയ്തിട്ട് വേണം മെയിൻ ഫാബ്രിക്കിൽ 33.5 ഇഞ്ചസ് വീണ്ടും മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാൻ. അതല്ല, നമ്മൾ ആ പോയിന്റിൽ നിന്ന്, അതായത് സീം അലവൻസിൻ്റെ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നാണ് താഴത്തേക്ക് എടുക്കുന്നത് എങ്കിൽ 33.5 ഇഞ്ചസിനോട് 0.5 ചേർത്ത് 34 ഇഞ്ചസ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കണം. അതിനുശേഷം ഞാൻ മെയിൻ ഫാബ്രിക്കിനെ 2 പാർട്ടായി, ഫ്രണ്ടിലും ബാക്കിലും വേണ്ടി 2 പാർട്ടാക്കി മാറ്റിയിട്ടുണ്ട്. വീഡിയോയിൽ അത് കാണിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. അടുത്തതായി ലൈനിങ്ങും 2 പാർട്ടായി കട്ട് ചെയ്ത് എടുക്കുകയാണ്. ഓക്കെ, അപ്പം നമ്മുടെ ലൈനിങ്ങിലും 2 ഭാഗം കിട്ടി. ഒന്നിത്, ഓക്കെ, 2 ഇത്. ഓക്കെ, ഇനി ഈ പീസ് ലൈനിങ്ങിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. അതായത് ബാക്കി വന്ന തുണി കൊണ്ട് നമ്മുടെ ഇവിടെ കഷ്ണം യോജിപ്പിച്ച് അതായത് രണ്ട് ലൈനിങ്ങിൻ്റെയും താഴെ ഭാഗം യോജിപ്പിച്ചിട്ടുണ്ട്.
ഇനി നെക്സ്റ്റ് മെയിൻ ഫാബ്രിക്കുമായിട്ട് ലൈനിങ് മേലെ ഭാഗത്ത് യോജിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് മെയിൻ ഫാബ്രിക്കിൻ്റെ ഉൾവശത്തായി ലൈനിങ്ങിൻ്റെ നല്ല വശം ചേർത്ത് വെക്കണം. ഇത് കണ്ടോ, ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്തതാണ്. മെയിൻ ഫാബ്രിക്കും ലൈനിങ്ങും 1/2 ഇഞ്ച് സീം അലവൻസ് മേലെ കൊടുത്തില്ലേ, അതിൽ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ബെൽറ്റ് യോജിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അതിന് ബെൽറ്റിൻ്റെ തുണി കട്ട് ചെയ്തെടുക്കണം. മെയിൻ ഫാബ്രിക്കിലും കട്ട് ചെയ്തെടുക്കണം, അതുപോലെ തന്നെ ലൈനിങ്ങിലും കട്ട് ചെയ്തെടുക്കണം. ബെൽറ്റ് എങ്ങനെയാണ് കട്ട് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ലെങ്ത്ത് വേണ്ടത് വേസ്റ്റിൻ്റെ ലെങ്ത്താണ്. അതുപോലെ തന്നെ നമ്മുടെ വിഡ്ത്ത് വേണ്ടത് ഞാൻ എടുക്കുന്നത് 4 ഇഞ്ചാണ്. ഇതെങ്ങനെയാണ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1/2 ഇഞ്ച് സീം അലവൻസ്, ബാക്കി 1/2 ഇഞ്ച് സീം അലവൻസ് പോയാൽ 3 ഇഞ്ച്. 3 ഇഞ്ചിൽ അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ക്യാൻവാസോ, അതായത് നമ്മൾ ബെൽറ്റിന് അല്ലെങ്കിൽ എലാസ്റ്റിക്കോ എത്രയാണോ ഉള്ളത് അതിൻ്റെ ഡബിൾ എടുക്കണം. ഇപ്പോൾ 1.5 ഇഞ്ചിൻ്റെ എലാസ്റ്റിക് ആണെങ്കിൽ നമ്മൾ എന്തെടുക്കണം, 3 ഇഞ്ച് എടുക്കണം, പ്ലസ് അര അങ്ങനെയാണ് 4 ഇഞ്ച്. അതായത് ഞാൻ എടുക്കുന്ന എലാസ്റ്റിക്കിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 1.5 ഇഞ്ചാണ്. 1.5 ഇഞ്ച് പ്ലസ് 1.5 ഇഞ്ച് 3 ഇഞ്ച് പ്ലസ് ഹാഫ്, അപ്പം 4 ഇഞ്ചാണ് വിഡ്ത്ത് കിട്ടുക. ഈ വേസ്റ്റ് എവിടുന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്, അതായത് നമ്മുടെ പാവാടേൻ്റെ നമ്മളെ വേസ്റ്റ് എടുത്തില്ലേ, അതാണ് ഈ അളവ് എന്ന് പറയുന്നത്. എൻ്റെ വേസ്റ്റ് വരുന്നത് 13.5 അപ്പം 4 പീസ് നമുക്ക് ആവശ്യമുണ്ട്. ഒന്ന് മെയിൻ ഫാബ്രിക്കിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം, 2 കഷ്ണം. ഇവിടുന്ന് എടുക്കുന്ന അളവാണ്, അതായത് വേസ്റ്റിൻ്റെ ലെങ്ത്താണ് ഇതിൻ്റെ ലെങ്ത്ത്, ഈ കട്ട് പീസിൻ്റെ ലെങ്ത്ത്. അതുപോലെ തന്നെ ഈ ലെങ്ത്ത് എന്ന് പറയുന്നത് 4 ഇഞ്ചാണ്. ഇത് മെയിൻ ഫാബ്രിക്കിൽ കട്ട് ചെയ്തതാണ്. അതുപോലെ തന്നെ നമ്മൾ ലൈനിങ്ങിലും സെയിം ലെങ്ത്തിലും വിഡ്ത്തിലും 2 പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം പുറകു വശത്തേക്കായിട്ട് നമ്മൾ മെയിൻ ഫാബ്രിക്കിൻ്റെ ഉൾവശത്ത് ഈ ലൈനിങ് വെച്ച് ഈ സീം അലവൻസിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതുപോലെ ഫ്രണ്ട് ഭാഗത്തേക്ക് മെയിൻ ഫാബ്രിക്കിൻ്റെ ഉൾവശത്ത് ഈ ലൈനിങ് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇവിടെ ഒരു വശത്ത് ഞാൻ ഇത് നമുക്ക് ടൈലറിങ് ഷോപ്പിൽ നിന്ന് കിട്ടും. ഈ നമ്മുടെ പലാസോ, ട്രൗസർ പാൻറ്റ് അങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു ക്യാൻവാസ് പോലത്തെയാണ്. ഇത് ഞാനിവിടെ അയൺ ചെയ്ത് ഒട്ടിച്ചിട്ടാണുള്ളത്. അതായത് ഫ്രണ്ട് ഭാഗത്തിന് വേണ്ടി മാത്രം ഞാനിത് അയൺ ചെയ്ത് ഒട്ടിച്ചിട്ടാണുള്ളത്. ഞാൻ പറഞ്ഞല്ലോ ഇതെൻ്റെ 1.5 ഇഞ്ചാണ്, അതുകൊണ്ടാണ് 1.5 ഇവിടെ ഡബിൾ എടുക്കുന്നത്. കാരണം നമ്മളിങ്ങനെ മടക്കണ്ടേ ബെൽറ്റിന് വേണ്ടിയിട്ട്, അതുകൊണ്ട്. അപ്പം ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ തുണിയിൽ ഇവിടെ സീം അലവൻസിൽ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കും. അതുപോലെ മറ്റേ ഭാഗത്തും ഇവിടെ ഈ 2 സീം അലവൻസും സ്റ്റിച്ച് ചെയ്തെടുക്കും. മെയിൻ ഫാബ്രിക്കും ലൈനിങ്ങും സ്റ്റിച്ച് ചെയ്തെടുക്കാനാണ് പോകുന്നത്. ബെൽറ്റിന് വേണ്ടിയിട്ടുള്ള മെയിൻ ഫാബ്രിക്കും ലൈനിങ്ങും തമ്മിൽ അറ്റാച്ച് ചെയ്തു. ഇത് ഫ്രണ്ട് ഭാഗത്തിന് വേണ്ടിയിട്ടാണ്, ഇത് ബാക്ക് ഭാഗത്തിന് വേണ്ടി. ഇവിടെയാണ് എലാസ്റ്റിക് വെക്കുക. നമ്മുടെ ബെൽറ്റിൻ്റെ മെയിൻ ഫാബ്രിക്കും ലൈനിങ്ങുമായിട്ട് 1/2 ഇഞ്ചിൽ സീം അലവൻസ് കൊടുത്ത് 2ഉം അറ്റാച്ച് ചെയ്തു. ഇനി നമുക്ക് പാവാടയുടെ ലൈനിങ്ങിൻ്റെ താഴെ ഭാഗം മടക്കിയടിക്കണം. 2 സൈഡിൻ്റെയും താഴെ ഭാഗം മടക്കിയടിച്ചു ലൈനിങ്ങിൻ്റെ, അതായത് ഫ്രണ്ട് പാർട്ടിൻ്റെയും താഴത്തെ ലൈനിങ് മടക്കിയടിച്ചു. ഇതും അതുപോലെ തന്നെ താഴെ ഭാഗം മടക്കിയടിച്ചു. ഇനി എന്താണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ, നമ്മുടെ സ്കേർട്ടിന് 2 ഭാഗം ഉണ്ടാവുമല്ലോ, ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും. ബാക്ക് പാർട്ടിലാണ് നമുക്ക് എലാസ്റ്റിക് വരുന്നത്, ഫ്രണ്ട് പാർട്ടിലാണ് ക്യാൻവാസ് വരുന്നത്. അപ്പൊ ബാക്ക് പാർട്ടിൽ ബെൽറ്റ് വെക്കേണ്ട ആ പീസ് യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ലൈനിങ്ങുമായിട്ട്, ഇത് ഉൾഭാഗമാണ്, അതായത് സ്കേർട്ടിൻ്റെ ഉൾഭാഗത്ത് ഈ ബെൽറ്റ് വെച്ച ശേഷം ഈ സീം അലവൻസിൻ്റെ 2ഉം കൂടി ചേർത്ത് വെച്ച് ഈ സ്കേർട്ടും ഈ ബെൽറ്റിൻ്റെ 1 സൈഡുമായിട്ട് യോജിപ്പിച്ച് എടുക്കണം. നെക്സ്റ്റ് നമ്മൾ അതാണ് ചെയ്യുന്നത്. ഇത് സ്കേർട്ടിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ.
നമ്മുടെ സ്കേർട്ടിൻ്റെ ബാക്ക് സൈഡിൽ നമ്മുടെ ബെൽറ്റിൻ്റെ ഭാഗം യോജിപ്പിച്ച് കഴിഞ്ഞു. ഓക്കെ, ഇനി അത് ഇപ്പം ഞാൻ മറിച്ചിട്ടിട്ടാണ് ഉള്ളത്. അപ്പം ഇങ്ങനെയാണ് വരിക, കണ്ടോ? അതായത് ഇത് സ്കേർട്ടിൻ്റെ നല്ല ഭാഗമാണ്, അതായത് പുറമേ വരേണ്ട ഭാഗം. അവിടെ നമ്മൾ ഈ ലൈനിങ് യോജിപ്പിച്ച് കഴിഞ്ഞു. ഇനി ഇത് തിരിച്ചിട്ട്, അതായത് ഇങ്ങനെയായിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ബാക്ക് സൈഡ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു, ബെൽറ്റ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇതിൻ്റെ ഉള്ളിലേക്ക് എലാസ്റ്റിക് ഇടണം. അപ്പം എത്രയാണോ, അതായത് ബാക്ക് പോർഷൻ്റെ വേസ്റ്റ് ലെങ്ത് ഉള്ളത്, അതിൻ്റെ ഒരു 1/4 ഭാഗം കുറച്ചിട്ടാണ് ഞാൻ എലാസ്റ്റിക് എടുത്തത്. ഈ എലാസ്റ്റിക്കിൻ്റെ ഒരു സൈഡിൽ ഞാനിങ്ങനെ സേഫ്റ്റി പിൻ കണക്ട് ചെയ്യുമെന്ന്. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യാം, ഇൻസേർട്ട് ചെയ്യാം. നമുക്ക് ഇതിപ്പോൾ 1.5 ഇഞ്ചാണ് വരിക ഈ ബെൽറ്റിൻ്റെ ലെങ്ത്ത്. 1.5 ഇഞ്ചിൻ്റെ എലാസ്റ്റിക് തന്നെ ഇടാം. അപ്പം നമ്മൾ ഇത് കയറ്റുന്ന സമയത്ത് കുറച്ച് ഡിഫിക്കൽട്ടാവും. അതുകൊണ്ട് എൻ്റെ എലാസ്റ്റിക് ഞാൻ കുറച്ച് കുറവാണ് എടുത്തത്. അതായത് ഇതാകെ 1 ഇഞ്ചിൻ്റെ അത്രയെങ്ങാനേ ഉണ്ടാവുള്ളൂ. അപ്പോൾ കുറവുള്ള എലാസ്റ്റിക് എടുത്തിട്ടാണ് ഞാൻ ബാക്കിൽ, അതായത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. കാരണം പെട്ടെന്ന് ഈസി ആയിട്ട് ആവും. നമ്മൾ ഫ്രണ്ടിൽ വെച്ച ക്യാൻവാസ് പോലെ ഇല്ലേ, അയൺ ചെയ്തിട്ട്, അത് 1.5 ഇഞ്ച് തന്നെയാണ്. അപ്പം ഞാനിതിങ്ങനെ പിടിച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് എലാസ്റ്റിക് സാവധാനം കയറ്റുമെന്ന്. ഓക്കെ, എലാസ്റ്റിക് അനങ്ങാതിരിക്കാൻ വേണ്ടി ഈ ഭാഗത്ത് ഞാനൊരു സ്റ്റിച്ച് കൊടുക്കുമെന്ന്. ഈ സൈഡിലും എലാസ്റ്റിക് മൂവ് ആകാതിരിക്കാൻ വേണ്ടി ഇവിടെയും ഞാനൊരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമെന്ന്. 2 സൈഡിലും എലാസ്റ്റിക് മൂവ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിനി ഫ്രണ്ട് ഭാഗമാണ് ഇനി നമുക്ക് യോജിപ്പിക്കാനുള്ളത്. ഇത് മെയിൻ ഫാബ്രിക്കിൻ്റെ നല്ല വക മുകളിലായി വെക്കുക. ബെൽറ്റിൻ്റെ ലൈനിങ് വരുന്ന ഭാഗം അതിവിടെ ചേർത്ത് വെക്കുക. എന്നിട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് സ്റ്റിച്ചിങ് ചെയ്യാം. അതായത് ഫ്രണ്ട് ഭാഗത്തെ ബെൽറ്റിൻ്റെ ഭാഗം അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഫ്രണ്ട് ഭാഗം വെച്ചു. ഫ്രണ്ട് ഭാഗത്തിൻ്റെ നല്ല ഭാഗമാണിത്, ബെൽറ്റുമായിട്ട് അറ്റാച്ച് ചെയ്ത്. അതിന് മുകളിലേക്ക് എലാസ്റ്റിക് അറ്റാച്ച് ചെയ്ത സ്കേർട്ടിൻ്റെ പുറകു വശം ഇതിനോട് ചേർത്ത് വെക്കുന്നു. അതിനുശേഷം നമ്മൾ ഈ ഭാഗം ഇതിനോട് ചേർത്ത് നമ്മുടെ സീം അലവൻസിലെ അത് ഇങ്ങോട്ടേക്കായിട്ട് മടക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇത് ഇങ്ങനെ പിടിച്ച് ഈ ഭാഗം സ്റ്റിച്ച് ചെയ്യണം. ഓക്കെ, ഈ ഭാഗം സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഈ ഭാഗം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കറിയാം, ഇത് തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് വരും. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞാൻ വീണ്ടും അതുപോലെ തന്നെ ഉൾട്ടയായിട്ട് ഇടുമെന്ന്. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മെയിൻ ഫാബ്രിക്, അതായത് ലൈനിങ് മെയിൻ ഫാബ്രിക്
രണ്ട് മെയിൻ ഫാബ്രിക് പിന്നെ താഴത്തെ ലൈനിങ്, ഇത് മൂന്നും കൂട്ടിയിട്ട് ഒരു 5 ഇഞ്ച്. 5 ഇഞ്ച് എന്ന് പറയുമ്പം ഇതാ ഇവിടുന്ന് താഴത്തേക്ക് 5 ഇഞ്ച് എല്ലാം കൂടി ഒപ്പരം ഒരു ഹാഫ് ഇഞ്ച് സീം അലവൻസിൽ താഴത്തേക്ക് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഏകദേശം ഒരു 5 ഇഞ്ച് വരെ നമ്മൾ സ്ലാൻഡിങ് ആയിട്ട് എല്ലാ തുണിയും കൂടി ഒപ്പരം കൂട്ടിയിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യേണ്ടത്, ഉള്ളിലത്തെ മെയിൻ ഫാബ്രിക് ഇല്ലേ, ഉള്ളിലത്തെ മെയിൻ ഫാബ്രിക് അതുമാത്രം എന്ത് ചെയ്യണം, സ്റ്റിച്ച് ചെയ്തെടുക്കണം. ലൈനിങ് മാറ്റിയിട്ട് മെയിൻ ഫാബ്രിക് മാത്രം. അതിനുശേഷം ലൈനിങ് ഉള്ളിലാക്കിയിട്ട് മെയിൻ ഫാബ്രിക് ഉള്ളിലാക്കിയിട്ട് ലൈനിങ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഫസ്റ്റായിട്ട് നമുക്ക് ഈ മെയിൻ ഫാബ്രിക് രണ്ടും, അതായത് സ്കേർട്ടിൻ്റെ ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും തമ്മിൽ മെയിൻ ഫാബ്രിക് ജോയിൻ ചെയ്യാം. അപ്പം നമ്മൾ മെയിൻ ഫാബ്രിക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ലൈനിങ്ങും തമ്മിൽ ചേർത്ത് സ്റ്റിച്ച് ചെയ്യണം. ലൈനിങ് സെപ്പറേറ്റ് ആയിട്ട് അറ്റാച്ച് ചെയ്തു. ഓക്കെ, അതുപോലെ തന്നെ അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും നമുക്ക് ചെയ്യാനുണ്ട്. ജസ്റ്റ് ഇപ്പുറം ചെയ്തതുപോലെ തന്നെ ഇതിൻ്റെ മേലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, നമുക്ക് വേണമെങ്കിൽ പിന്നെ വെച്ചിട്ട് എന്ത് ചെയ്യാം, ഒന്ന് സെക്യൂർ ചെയ്യാം. ഇതിൻ്റെ മുകളിൽ വെച്ച് നേരെ സീം അലവൻസ് മുകളിലേക്കായി മടക്കി വെച്ചിട്ട് ഈ ഭാഗവും കൂടി നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. ഇത് കണ്ടോ, ഫസ്റ്റ് ഈ ഭാഗം യോജിപ്പിച്ച് കഴിഞ്ഞു. പക്കയായിട്ട് ഈ സൈഡും നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല ഫിനിഷിങ്ങിൽ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളിത് വീണ്ടും ഉൾട്ടയായിട്ടിടുമെന്ന് ഒരു 5 ഇഞ്ച് താഴെ എല്ലാം കൂട്ടി യോജിപ്പിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നു. ഇതാ ഒരു 5 ഇഞ്ച് താഴെ വരെ ഞാൻ എല്ലാ ഇതും കൂടി കൂട്ടി സ്റ്റിച്ച് ചെയ്തു. ഇനി എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെയിൻ ഫാബ്രിക് മാത്രം ഞാൻ കൂട്ടി സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നു. മെയിൻ ഫാബ്രിക്കില്ലേ, ആ മെയിൻ ഫാബ്രിക് മാത്രം എടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നു. ഓക്കെ, രണ്ട് മെയിൻ ഫാബ്രിക്കും കൂടി സ്റ്റിച്ച് ചെയ്തു. ഇനിയുള്ളത് ഈ 2 ലൈനിങ്ങും മാത്രം എടുത്തിട്ട് ബാക്കിയുള്ളത് യോജിപ്പിക്കുക എന്നുള്ളതാണ്. ഈ ലൈനിങ് മാത്രം സെപ്പറേറ്റ് ആയിട്ട് ഈ 2 ലൈനിങ്ങും ചേർത്ത് വെച്ചിട്ട് യോജിപ്പിക്കുക എന്നുള്ളതാണ് അടുത്ത ജോലി. സെപ്പറേറ്റ് ആയിട്ട് ലൈനിങ്ങും യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതാണ്, അതായത് ഇത് കണ്ടോ, ഈ ഭാഗം ഇതിപ്പോഴും ഓപ്പണായിട്ട് കിടക്കുമെന്ന്, ആ ഫ്രണ്ടിൻ്റെ ക്യാൻവാസ് വെച്ച ഭാഗമില്ലേ, അത് നമുക്കിനി ഇങ്ങനെ മടക്കിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് വൃത്തിക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇത് കണ്ടോ, നമ്മുടെ പാവാടേൻ്റെ 2 എൻഡും സ്റ്റിച്ചായിട്ടുണ്ട്. ഓക്കെ, നല്ല വൃത്തിക്ക്. ഇനി നമുക്കുള്ളത് ഇതാ ഈ സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. പാവാടേൻ്റെ ബെൽറ്റ് ഭാഗം റെഡി ആയിട്ടുണ്ട്. ബാക്ക് സൈഡിൽ നമ്മൾ എലാസ്റ്റിക് വെച്ചിട്ടുണ്ട്. ഫ്രണ്ട് സൈഡിൽ നമ്മൾ പ്ലെയിൻ ആയിട്ട് എലാസ്റ്റിക് വെച്ചിട്ടില്ല. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ താഴെ ഭാഗമില്ലേ, അതായത് താഴെ നമുക്ക് എന്ത് ചെയ്യണം, സ്റ്റിച്ച് ചെയ്തെടുക്കണം. മെയിൻ ഫാബ്രിക്കിൻ്റെ താഴെ ഭാഗം 1 ഇഞ്ച് നമ്മൾ സീം അലവൻസ് കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത്, അതായത് മടക്കി അടിക്കണം. ഓക്കെ, അതും കൂടി കഴിഞ്ഞിട്ട് ഞാൻ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. അങ്ങനെ നമ്മുടെ സ്കേർട്ട് റെഡി ആയിട്ടുണ്ട്.
മേലെ ഭാഗത്തെ ബെൽറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ നമ്മൾ താഴത്തെ ഭാഗത്ത് സീം എലമെൻറ്റ്സിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ അംബ്രല്ല സ്കേർട്ടിൻ്റെ ഫൈനൽ ലുക്ക്. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.